ക്ഷാമമുണ്ടായ സമയത്ത് ക്ഷാമത്തിൻ്റെ കാരണം മനസ്സിലാക്കി ദൈവത്തിൻ്റെ ഹിതം ചോദിച്ച് മുൻപോട്ട് പോകേണ്ടിയിരുന്ന എലിമേലേക്ക് തൻ്റെ ഭാര്യയും 2 മക്കളുമായിട്ട് ബേത്ലഹേം എന്ന ശ്രേഷ്ഠമായ സ്ഥലം ഉപേക്ഷിച്ചുകൊണ്ട് മോവാബിലേക്ക് യാത്ര ചെയ്തു പോയി. ജീവിക്കേണ്ടതിനു വേണ്ടി ക്ഷാമമുണ്ടായിരുന്ന ബേത്ലഹേമിനെ വിട്ട് ക്ഷാമമില്ലാതിരുന്ന മോവാബിലേക്ക് ജീവിക്കാൻ വേണ്ടി കടന്നുപോയി. ഇപ്പോൾ ആ ദേശത്തു നിന്നും നവോമി തിരികെ വരികയാണ്. പറയുകയാണ്, ഞാൻ സമൃദ്ധി അന്വേഷിച്ചാണ് പോയത്, എന്നാൽ ഇപ്പോൾ ദരിദ്രയായി കടന്നു വന്നിരിക്കുന്നു, ശൂന്യയായി കടന്നു വന്നിരിക്കുന്നു. അതെന്താണ് നവോമി അങ്ങനെ സംസാരിക്കുന്നത്? നിങ്ങൾ ക്ഷാമമുണ്ടായിരുന്ന ബേത്ലഹേം വിട്ടിട്ട് ക്ഷാമമില്ലാത്ത മോവാബിലേക്കല്ലേ പോയിരുന്നത്? അതെ, ദൈവത്തെ കൂടാതാണ് പോയത്, ജീവിക്കുവാൻ വേണ്ടിയാണ് പോയത്. എന്നാൽ എന്തു സംഭവിച്ചു? ജീവിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ്? ദൈവത്തെ വിട്ടകന്ന് ജീവിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ആർക്കും തന്നെ ജീവിക്കുവാൻ സാധ്യമല്ല എന്ന് പഠിക്കാനിടയായി. എപ്പോഴാണ് മനസ്സിലായത്? കൈകളെല്ലാം നന്നായി പൊള്ളിയതിൻ്റെ ശേഷമാണ് മനസ്സിലായത്. എന്തു സംഭവിച്ചു? പൊന്നുപോലുണ്ടായിരുന്ന ഭർത്താവിനെ നഷ്ടമായി. അപ്പോഴെങ്കിലും ബോധം വരേണ്ടിയിരുന്നില്ലേ? അത് സംഭവിച്ചില്ല. തെറ്റു മനസ്സിലാക്കിക്കൊണ്ട് 2 ആൺമക്കളുമായി തിരികെ വന്നെങ്കിൽ നന്നാകുമായിരുന്നു. പിന്നെന്ത് സംഭവിച്ചു? യാദൃശ്ചികമായി മരണപ്പെട്ടു എന്നാണ് വിചാരിച്ചത്. പിന്നീട് മൂത്ത മകനും മരണപ്പെടാനിടയായി. അപ്പോഴെങ്കിലും തിരിച്ചു വരേണ്ടിയിരുന്നില്ലേ? അപ്പോഴെങ്കിലും ബുദ്ധി വരേണ്ടിയിരുന്നില്ലേ? അപ്പോഴെങ്കിലും തെറ്റു മനസ്സിലാക്കേണ്ടിയിരുന്നില്ലേ? തെറ്റു മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. പിന്നെ എന്താണ് സംഭവിച്ചത്? 2ാമത്തെ മകനെയും നഷ്ടമായി. പിന്നെന്തു സംഭവിച്ചു? ഒരു ഗതിയുമില്ലാതെ ഒറ്റപ്പെട്ടു പോകാനിടയായി. ഇപ്പോൾ മനസ്സിലായി, ഒരു വ്യക്തി ദൈവത്തെ വിട്ടകന്ന് ജീവിച്ചാൽ, ഒരു കുടുംബം ദൈവത്തെ വിട്ടകന്ന് ജീവിക്കുകയാണെങ്കിൽ അവരുടെ അവസാനം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായി. എപ്പോഴാണ് മനസ്സിലായത്? എല്ലാവരെയും നഷ്ടമാക്കിയതിൻ്റെ ശേഷമാണ്, എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷമാണ് മനസ്സിലായത്. ഇന്ന് അങ്ങനെയുള്ളവർ നമ്മുടെ നടുവിലുണ്ടോ? ദൈവത്തോട് ഓരോരോ ചുവട് അടുക്കേണ്ടതിന് പകരമായി ഓരോരോ അടി വെച്ച് ദൈവത്തെ വിട്ട് അകന്നുപോകുന്ന ആരെങ്കിലും ഉണ്ടോ? എങ്കിൽ നിങ്ങൾക്കൊരു മുന്നറിയിപ്പാണ്. അങ്ങനെ ദൈവത്തെ വിട്ട് അകന്നു ജീവിക്കുന്ന സഹോദര സഹോദരി, ദയവുചെയ്ത് കേൾക്കൂ. എത്രയും വേഗം ദൈവത്തോടടുത്താൽ നിനക്കത്രയും നല്ലതാണ്. ദൈവത്തെ വിട്ടകന്ന് ഓരോരോ ചുവട് അകന്നു പോകുന്നതായ നീ എത്രയും വേഗം അനുതാപത്തോടുകൂടി ദൈവത്തിൻ്റെ അരികിലേക്ക് മടങ്ങി വന്നാൽ അത്രയ്ക്കും നല്ലത്. ഭർത്താവ് മരിച്ച ശേഷം നവോമിക്കൊരു അനുതാപമുണ്ടായിരുന്നുവെങ്കിൽ 2 ആൺമക്കൾ നഷ്ടമാവുകയില്ലായിരുന്നു. പ്രിയമുള്ളവരെ, കേൾക്കുന്നുണ്ടോ? ഈ ലോകത്തിൽ ആരും തന്നെ വിശുദ്ധരല്ല, പൂർണ്ണരുമല്ല. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും വഴിതെറ്റിപ്പോയിരിക്കുന്നു. വേദപുസ്തകത്തിൽ പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപികളായിരിക്കുന്നു. എല്ലാവരും ദൈവത്തെ വിട്ടകന്ന് ജീവിക്കുന്നവരായിരുന്നു. ഈ ലോകത്തിലുള്ളതായ ആളുകളുടെ കൂട്ടത്തിൽ 2 കൂട്ടരും പാപികളാണ്. ഒരു കൂട്ടർ പിടിക്കപ്പെട്ടവരായ പാപികൾ, മറ്റേ കൂട്ടർ പിടിക്കപ്പെടാത്ത പാപികൾ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഈ ലോകത്തിൽ 2 കൂട്ടരുണ്ട് പാപികളായവർ. ഒന്ന് പിടിക്കപ്പെട്ടവർ, മറ്റൊന്ന് പിടിക്കപ്പെടാത്ത പാപികൾ. അന്ന് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടതായ സ്ത്രീയെ കൊണ്ടുവന്ന് കുറേ ആളുകൾ യേശുവിൻ്റെ മുൻപിൽ നിർത്തി. യേശുവിനോട് അവർ ചോദിക്കുകയാണ്, ഗുരു, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടതായ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണല്ലോ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നീ എന്തു പറയുന്നു? കല്ലെറിയട്ടെ. അപ്പോൾ യേശു എന്താണ് പറഞ്ഞത്? നിങ്ങളിൽ പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. അപ്പോഴെന്ത് സംഭവിച്ചു? ചെറിയ ആളുകൾ മുതൽ പ്രായമായവർ വരെ തങ്ങളുടെ കയ്യിലിരുന്ന കല്ലുകളിട്ടിട്ട് തിരികെ പോയി. കാരണം അറിയാമോ? ഇവൾ പിടിക്കപ്പെട്ട പാപി, അവർ പിടിക്കപ്പെടാത്ത പാപികൾ. പിടിക്കപ്പെടാത്ത പാപികൾ, അതാണ്. ഇന്ന് ദൈവം നിങ്ങളോട് അരുളി ചെയ്യുകയാണ്, ഉടനെ തന്നെ നിങ്ങൾ അനുതപിക്കുകയാണെങ്കിൽ നഷ്ടപ്പെടാൻ പോകുന്നതിനെ കാക്കുവാൻ കഴിയും. ഈ ദിവസം തന്നെ ഒരു മുന്നറിയിപ്പ് തരികയാണ്. ഈ മുന്നറിയിപ്പ് കേട്ടുകൊണ്ട് ദൈവത്തെ വിട്ടകന്നു പോകുന്ന നീ ഒരു നിമിഷം നിൽക്കൂ. നീചമായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട്, ദുഷ്ടപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ദൈവത്തിനെതിരെ ജീവിക്കുന്നതായി നീ അത് നിർത്തുക. ഇല്ലെങ്കിൽ നിനക്ക് നഷ്ടമാകും. എന്ത് നഷ്ടമാകും? ഒരുപാട് കാര്യങ്ങൾ നഷ്ടമാകും. അവസാനം എല്ലാം നഷ്ടമായി തീരും. എല്ലാം നഷ്ടമാകുന്നതുവരെ നവോമിയെപ്പോലെ നീ വെയിറ്റ് ചെയ്യുകയാണോ?
അതോ നഷ്ടമാകുന്നതിന് മുൻപേ തിരികെ വരികയാണോ ചെയ്യുന്നത്? നിന്റെ ഇഷ്ടം, നിന്റെ കൈകളിലാണത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നവരുണ്ടെങ്കിൽ വരൂ, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ സ്നേഹവാനായ ഞങ്ങളുടെ പിതാവേ, വളരെ വ്യക്തമായി ഞങ്ങളോട് സംസാരിക്കുവാനിടയായല്ലോ. കർത്താവെ, നിന്നെ വിട്ട് അകന്നു പോവുകയാണെങ്കിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകും എന്നത് സത്യമാണ്. അതുകൊണ്ട് വഴിതെറ്റിപ്പോകുന്നവർ നിന്റെ അരികിൽ വന്ന് ക്ഷമ ചോദിക്കുകയാണെങ്കിൽ കർത്താവെ, നീ ക്ഷമിക്കുന്ന ദൈവമാണല്ലോ. കർത്താവെ, ക്ഷമ ചോദിക്കുകയാണ്. കർത്താവെ, നീ ഞങ്ങളെ ശിക്ഷിക്കുകയാണെങ്കിൽ നിന്റെ ശിക്ഷ ഞങ്ങൾക്ക് സഹിക്കുവാനോ വഹിക്കുവാനോ കഴിയുകയില്ല. ആ ഒരു അവസ്ഥ വരുന്നതിന് മുൻപ് ഇന്ന് തന്നെ ക്ഷമ ചോദിക്കുകയാണ്. ഞങ്ങളോട് ക്ഷമിക്കണമേ. നവോമിയുടെ ഭർത്താവ് നഷ്ടമായപ്പോൾ തന്നെ ദൈവത്തോട് ക്ഷമ ചോദിച്ചിരുന്നുവെങ്കിൽ 2 മക്കളെയും കാക്കാൻ കഴിയുമായിരുന്നു. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്യുന്നതായ തെറ്റുകൾക്ക് ശിക്ഷ വരുന്നതിന് മുൻപ് തന്നെ ക്ഷമ ചോദിക്കുകയാണ്. ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളെല്ലാം ക്ഷമിക്കണമേ, കരുണ കാണിക്കണമേ. കർത്താവേ, ഇന്ന് വരെ, ഈ നിമിഷം വരെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം നീ ക്ഷമിക്കണമേ, പൊറുക്കണമേ. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതായ ശിക്ഷയിൽ നിന്നും ഞങ്ങളെല്ലാവരെയും വിടുവിക്കണമേ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.